മെഗാസ്റ്റാർ മമ്മൂട്ടിയെ വിമർശിച്ച് നടനും സംവിധായകനുമായ പത്മകുമാർ MP രംഗത്ത് എത്തിയത് വിവാദമായിരുന്നു. മമ്മൂട്ടിയോട് വെറുപ്പ് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പത്മകുമാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നത്. എന്നാൽ തനിക്ക് സോഷ്യൽ മീഡിയയുടെ സ്വാതന്ത്ര്യവും സത്യസന്ധതയും തനിക്ക് അറിയില്ലെന്നും അതിനാൽ താൻ ഫേസ്ബുക്കിൽ നിന്നും പുറത്തു പോവുകയാണെന്നും പറഞ്ഞ് പത്മകുമാർ രംഗത്തെത്തി. ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു പത്മകുമാർ സംസാരിച്ചത്. താൻ ഒരിക്കലും ഒരു താരങ്ങളെയും അവഹേളിക്കുന്ന തരത്തിൽ പോസ്റ്റ് ഇട്ടിട്ടില്ല. എനിക്ക് മമ്മൂട്ടിയാണ് സിനിമയിലേക്ക് ഒരു അവസരം തന്നതെന്നും അദ്ദേഹം പറയുന്നു. ലോഹിദാസ് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു മമ്മൂട്ടിയുടെ സിനിമ കാണണം, അതിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ടെന്നും വെറുതെ കണ്ടാൽ പോരാ, വിഷ്വൽ ഓഫാക്കി കാണണം, വിഷ്വലിനേക്കാൾ ശബ്ദമാണ് ഒരു നടന് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞു തന്നിരുന്നതെന്നും പത്മകുമാർ പറയുന്നു. പുതിയ സിനിമയ്ക്കായി അടുത്തിടെ തിരക്കുള്ള ഒരു നടനെ കാണാൻ പോയിരുന്നു. എന്നാൽ 100 ദിവസം ഓടുന്ന സിനിമയാണ് അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത്. സത്യത്തിൽ അതിന്റെ വേദനയിലാണ് അങ്ങനെ സംസാരിച്ചതെന്നും പത്മകുമാർ പറയുന്നു. ലോകം അറിയേണ്ട നടൻ മാജിക്കുകാരനെ പോലെ ജനങ്ങളുടെ മുൻപിൽ കൺകെട്ട് കാട്ടി പ്രായം പിടിച്ചു നിർത്തുവാൻ കാണിക്കുന്ന വെപ്രാളത്തിൽ ഇല്ലാതാകുന്നത് ജന്മം കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ടും മലയാളത്തെ ലോകവേദിയിലെത്തിക്കേണ്ട ഒരു ജന്മത്തെയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. റസൂൽ പൂക്കുട്ടി ഓസ്കാർ നേടിയപ്പോൾ മലയാളം നടത്തിയ അനുമോദന ചടങ്ങിൽ സായിപ്പ് മലയാളികളുടെ സ്വന്തം ജോലി എന്നെങ്കിലും നേരിട്ട് കണ്ടാൽ അന്ന് മലയാളത്തിന് ഓസ്കാർ ലഭിക്കുമെന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. പൊന്തന്മാടയിലും വിധേയനിലും തനിയാവർത്തനത്തിലും കണ്ട മമ്മൂട്ടി തിരിച്ചു വരണമെന്നും പത്മകുമാർ അഭിപ്രായപ്പെട്ടു. മാർക്കറ്റ് ചെയ്യപ്പെടാതെ പോയ നിരവധി കഥാപാത്രങ്ങളുടെ ഊർജം ഉൾക്കൊണ്ട് സമകാലിക ട്രെൻഡുകളെ അവഗണിച്ച് വല്ലപ്പോഴുമെങ്കിലും തിരിച്ചു വരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. സിനിമയെയും അങ്ങേയും സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരിൽ ഒരാളായി അപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞാണ് പത്മകുമാർ ഫേസ്ബുക്കിൽ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അന്ന് ആ സംഭവം വിവാദമായതോടെ അദ്ദേഹം പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു. പിന്നീടാണ് ഖേദപ്രകടനവുമായി അദ്ദേഹം രംഗത്തെത്തിയത്.